കല്ലേത്തിങ്ങിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 28ലെ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 4th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ 4 arithmetic sequence with 100 as the sum of first 4 terms. എത്ര ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് ദ 4 arithmetic ഒരെണ്ണല്ലാട്ടോ 4 സീക്വൻസ് ഉണ്ടാക്കണം. with 100 as the sum of the first 4 terms. 100 as the sum. 4 പദങ്ങളുടെ 4 പദങ്ങൾ. ചോദ്യം ഒന്നുകൂടി കേൾക്കാം. 4 അരിതമെറ്റിക് സീക്വൻസ് 4 സമാന്തര ശ്രേണികൾ ഉണ്ടാവണം. അതിലെ സമ്മ് തുക 100 ആയിട്ടുള്ള 4 പദങ്ങൾ. തുക 100 ആയിട്ടുള്ള 4 ടേംസ്. ഏത് 4 ടേംസ് വേണമെങ്കിലും എഴുതാം. പക്ഷെ 4 കൂടി കൂട്ടിയാൽ 100 വരണം. അല്ലേ? 100 പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 4 ടേംസിന്റെ സം 100. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. 4 പദങ്ങളുടെ തുക 100. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കണക്ക് ഇത് തന്നെയായിരുന്നു. 4 സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും x1 പ്ലസ് x4 എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു എന്താ? x1 പ്ലസ് x4 ഇസ് ഈക്വൽ ടു x2 പ്ലസ് x3 ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? 4 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോ ഇത് രണ്ടും കൂടി കൂട്ടുന്നത് ഒന്നാമത്തെയും 4ാമത്തെയും കൂടി കൂട്ടുന്നത് 2ാമത്തെയും 3ാമത്തെയും പദമാണ്. കിട്ടിയോ? മനസ്സിലായോ? x1 ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദം, x4 4ാമത്തെ പദം. ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ് x2ഉം x3യും കൂടി കൂട്ടുന്നത്. അപ്പൊ ആകെ 100 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരും? 100/2 എത്രയാ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 50 വരണം. ഫസ്റ്റ് ടേമോ ലാസ്റ്റ് ടേമോ ഒന്നും തന്നിട്ടില്ല. കഴിഞ്ഞ കണക്കിൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 4th ടേം കണ്ടുപിടിച്ചു അല്ലേ? 1 തന്നപ്പോ നമ്മളവിടെ 49 കണ്ടു, 100 വരെ 50 കിട്ടാനായിട്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പൊ ഏത് ടേം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. 1ാമത്തെയും പ്ലസ് x4 ഇസ് ഈക്വൽ ടു അപ്പൊ എത്ര വരണം? 50. x1ഉം x4ഉം കൂടി കൂട്ടിയാൽ എത്രയാ? x2ഉം x3യും കൂടി കൂട്ടണതാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഇതും കൂടി കൂട്ടിയാൽ 100 വരണം. അപ്പൊ ഇത് ഈക്വൽ ടു ഇതാണെങ്കിൽ ഇവിടെ 50ഉം ഇവിടെ 50ഉം ആണ് വേണ്ടത്. അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 50 വരണം. ഇവിടെ x2 പ്ലസ് x3യും എത്ര വരണം? 50 വരണം. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 50 വരണം. എന്ന് വെച്ചാൽ 1ാമത്തെയും ഇത് കൂടി കൂട്ടിയാൽ 50 വരണം. 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 50 വരണം. ഇഷ്ടമുള്ളത് എഴുതാം നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 50 വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 24 ഇടാം, ഇവിടെ 26 ഇടാം. 50 ആയില്ലേ? 50നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ 24, ഇവിടെ 26. കിട്ടിയോ? 50 ആവോ? 24 പ്ലസ് 26 50 ആണ്. 50നെ ഒന്ന് നേരെ പകുതിയാക്കാം. 25 അല്ലെ? ഇതിന്റെ പകുതി ഇവിടെ എത്രയാണ്? 25. അപ്പൊ 25ന് ഒന്ന് ഇവിടേക്ക് കുറയ്ക്കുമ്പോ d അവിടെ ഒന്ന് കൂട്ടി. അപ്പൊ 1 ആണ് കേട്ടോ. 1 ആണ് കോമൺ ഡിഫറൻസ് ഇട്ട് 25 നടുക്കത്തെ ടേം 25 ആണ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 50 വരണം. വേണ്ടേ? x1ഉം x4ഉം കൂടി കൂട്ടിയാൽ 50ഉം x2ഉം x3യും കൂടി കൂട്ടിയാൽ 50 ആണ്. അപ്പൊ 50 വരണമെങ്കിൽ 50യുടെ പകുതി നേരെ പകുതി 2 ടേംസ് 50 ആണെങ്കിൽ 25. പക്ഷെ 2 ഈക്വൽ അല്ല കേട്ടോ. കാരണം സീക്വൻസ് ആണ്. സീക്വൻസ് വരുമ്പോ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് ഒന്ന് d കുറച്ചു, അവിടെ ഒന്ന് കൂട്ടി. അപ്പൊ 24 കിട്ടി. ഇനി ഇപ്പത്തെ എന്ത് ചെയ്യണം? അപ്പൊ ഒന്ന് കുറയ്ക്കണം. 24ന് ഒന്ന് കുറച്ചാൽ എത്രയാ? 23 അല്ലേ? അപ്പൊ ഇവിടെ 26ന്റെ കൂടെ ഒന്ന് കൂട്ടി. ഒന്ന് ചെയ്തു നോക്കിയേ. 23ഉം 27ഉം കൂടി കൂട്ടിയാൽ ഫസ്റ്റ് ടേമും 4th ടേമും 21 പ്ലസ് 27 എത്ര കിട്ടി? 50. ഇവിടെ എന്താണ്? 24 പ്ലസ് 26 എത്ര കിട്ടി? 50 കിട്ടി. മനസ്സിലായോ? എളുപ്പമാണോ? എങ്ങനെ ചെയ്യാം? 4 ടേംസ് ഒരു സീക്വൻസ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് ടേം 4 ടേംസ് തന്നതിന് ഫസ്റ്റ് ടേമും 4th ടേമും കൂടി കൂട്ടണതും
സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടുന്നതും സെയിം ആണ് എന്ന് പറഞ്ഞാൽ 100നെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 50 ആണ് അല്ലെ. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 വരണം. അപ്പൊ രണ്ടാമത്തെ അതിൽ നമുക്ക് നടുക്കത്തെ കൊടുക്കുന്നതാണ് എളുപ്പം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി കൂട്ടുമ്പോൾ 50 വരണമെങ്കിൽ 25 നമ്മൾ നടുക്ക് കൊടുത്താൽ ഇവിടെ 1 ഇവിടെ 1 ഇങ്ങോട്ടൊന്ന് കുറച്ചു അവിടെ ഒന്ന് കൂട്ടി. മനസ്സിലായപ്പോ? ഇനി അടുത്ത സീക്വൻസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. ഇങ്ങനത്തെ 3 ഉണ്ടാകണം. എത്ര 4 ആണ്. 4 അരിതമെറ്റിക് സീക്വൻസ് ആണ് എഴുതാൻ പറയാം കേട്ടോ. 4 ഇപ്പൊ ഞാൻ 4 എഴുതി കാണിച്ചു. ഇനി ഇഷ്ടമുള്ള സംഖ്യകൾ വെച്ച് നമുക്കൊരു കണ്ടീഷനും ഇല്ല കേട്ടോ. ഫസ്റ്റ് ടേം ഇതായിരിക്കണം, ലാസ്റ്റ് ടേം ഇതായിരിക്കണം ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മളോടൊന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 100 ഉണ്ടാവാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എഴുതാം. അപ്പൊ ഇതുപോലെ തന്നെ ഇനി എഴുതാം. ഞാൻ പറയുന്ന സീക്വൻസ് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കാം. 25 നടുക്ക് വരണം. 25ന് 1 കുറച്ചു 1 കൂട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം ചെയ്യാം? 21ന് 2 കുറയ്ക്കാം. ഇതൊക്കെ വരുമ്പോൾ 3 കുറയ്ക്കാം. കോമൺ ഡിഫറൻസ് ഇവിടെ 1 കൊടുത്തത്. ഡി ഇവിടെ എത്ര കൊടുത്തു? നമ്മള് 1 കൊടുത്തു. ഇനി ഡി 2 കൊടുത്തു നോക്കിയേ. ഡി = 2 എന്ന് പറഞ്ഞാൽ 25ന് 2 ഇങ്ങോട്ട് കുറച്ചു അല്ലെ. ഈ സൈഡിലേക്ക് കുറയ്ക്കുകയും ചെയ്യാം. നടുക്കത്തെ നമ്പർ ഇവിടെ 25 ആണെങ്കിൽ നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യണം? 25ന് ഡി 2 ആണ്. 2 കുറയ്ക്കാം. കോമൺ ഡിഫറൻസ് 2 കുറയ്ക്കുമ്പോ 23. ഇവിടെ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 25ന്റെ കൂടെ 2 കൂട്ടിയാൽ 27. അടുത്തത് 2 കൂട്ടാം. 25ന്റെ കൂടെ 2 കൂട്ടി 27. 27ന്റെ കൂടെ 2 കൂട്ടിയാൽ ഇവിടെ എത്ര കിട്ടി? 29. ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോ എന്താണ്? 23ന് 2 കുറച്ചാൽ 21. അപ്പൊ നമുക്കൊരു സീക്വൻസ് കിട്ടി. നോക്കിയേ, 21 പ്ലസ് 23 പ്ലസ് 27 പ്ലസ് 29. ഒന്ന് കൂട്ടി നോക്കിയേ. എല്ലാവരും കൂട്ടി നോക്കാം. ഇത് എത്ര കിട്ടുന്നത് നോക്കാം. നോക്കിയോ എത്ര കിട്ടിയേ? 21 പ്ലസ് 23 പ്ലസ് 27 പ്ലസ് 29. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൂട്ടാൻ എളുപ്പം നോക്കിയേ. 21ഉം 29 കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 21ഉം 29. 29ന്റെ കൂടെ 1 കൂട്ടിയാൽ 30 പ്ലസ് 20 50 ആയില്ലേ. അതേപോലെ തന്നെ 23ഉം 27 7 3 10. അപ്പൊ എത്രയാണ്? 50. ഇത് 2 കൂടി കൂട്ടി 50 ആയി. ഇത് 2 കൂടി കൂട്ടി 50 ആയി. ശരിയായി. ഇനി അടുത്ത സീക്വൻസ് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. 4 എണ്ണം എഴുതണം കേട്ടോ. 4 എണ്ണം. ഇനി അടുത്ത് നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് എത്ര കോമൺ ഡിഫറൻസ് ഏത് സംഖ്യ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടി ഞാൻ എന്തോ ഡി 2 ചെയ്തു. ഇനി വേണമെങ്കിൽ നമ്മൾ ഡി 3 കൊടുക്കും. 3 കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഡി 5 കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഡി 5 കൊടുക്കാം അല്ലെങ്കിൽ ഡി 10 കൊടുക്കാം. ഇനി ഞാൻ 5 കൊടുത്തു നോക്കിയേ. ഡിക്ക് 5 അല്ലെങ്കിൽ ഡി 3 ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഡി 3 കൊടുത്തു കഴിഞ്ഞാൽ 25ന് 3 കുറയ്ക്കാം. ഇവിടെ ഡി നമ്മൾ 5 കൊടുത്തു. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 കൊടുത്താൽ ഇവിടെ നടുക്കത്ത് 25 ആണ്. 25ന് 5 കുറച്ചാൽ 20. 25ന് 5 കൂട്ടിയാൽ 30 അല്ലേ. 5 ആണ് ഡി കേട്ടോ. അപ്പൊ വീണ്ടും 20ന് 5 കുറച്ചാൽ എത്ര കിട്ടി? 15. 30ന് കുറച്ചാൽ എത്ര കിട്ടി? 35. കിട്ടിയില്ലേ? കൂട്ടി നോക്കിയേ. 15ഉം 35 കൂടി കൂട്ടിയാൽ 50ഉം 20ഉം 30ഉം കൂടി കൂട്ടിയാൽ 50 ആണ്. അപ്പൊ 100 ആയോ? 2 കൂടി കൂട്ടുമ്പോ 100 കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഡി 10 കൊടുത്തോ. ഡി 10 കൊടുത്തോ. 25 വന്നു കഴിഞ്ഞോ? നടുക്ക് 25 ആണ്. അപ്പൊ ഇവിടുന്ന് 10 കുറച്ചാൽ എത്ര കിട്ടി? 15. കിട്ടിയോ? 15ന് 10 കുറച്ചാൽ 5. ഇവിടെ 15ന്റെ കൂടെ അടുത്ത് വരുന്നത് എന്താ? 10 25ന്റെ കൂടെ നമ്മൾ 10 ആണ് വരുന്നത്. 25ന്റെ കൂടെ 10 കൂട്ടുമ്പോ എത്ര കിട്ടുന്നത്? ഇവിടെ 35. വീണ്ടും 10 കൂട്ടിയാൽ ഇവിടെ എത്ര കിട്ടും? 45. കിട്ടിയോ? കിട്ടിയില്ലേ? 45ഉം 5ഉം കൂടി കൂട്ടിയാൽ എത്രയാ? 50. 50 അല്ലേ? 35ഉം 15ഉം 50 കിട്ടി. അപ്പൊ 4 എണ്ണം കിട്ടിയില്ലേ? ഇനി ഒരു 2 എണ്ണം കൂടി നിങ്ങൾ വേറെ ചെയ്ത് നോക്കാം. ഇവിടെ 4 എണ്ണം ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ 2 എണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അത് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്കൊന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്രയെങ്കിലും കൊടുക്കുക. നടുക്കത്തെ നമ്പർ നമ്മൾ 25 ചെയ്താൽ ഇങ്ങോട്ട് ഡി കുറയ്ക്കാം, ഇവിടെ കൂട്ടാം. ഡി 2 കൊടുത്തു, ഡി 1 കൊടുത്തു, ഡി 2 കൊടുത്തു, ഡി 5 കൊടുത്തു, ഡി 10 കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഡി 3 കൊടുത്തോ, ഡി 4 കൊടുത്തോ, അങ്ങനെയൊക്കെ ചെയ്തൂടെ?
രണ്ടെണ്ണം 2 എക്സാമ്പിൾസും കൂടി കൂടുതൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് അരിത്തമെറ്റിക് സീക്വൻസ്. അവര് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട് കേട്ടോ, കണ്ടീഷൻസ് കുറച്ച് തരുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറയുന്നുള്ളൂ. ആദ്യത്തെ 3 ടേംസ് ആണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. ആദ്യത്തെ 3 പദങ്ങൾ എഴുതണം. 5ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. നോക്കാം, എളുപ്പമാണത്, നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ. ഫസ്റ്റ് ടേം 30 ആണെന്ന് 3 എണ്ണാണ് അല്ലേ? ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. 3 ടേംസ് നമ്മളോട് എഴുതാൻ പറ്റുള്ളൂ. അതില് 1ാമത്തെ പദം തന്നിട്ടുണ്ട് 30 ആണെന്ന്. 3 പദം എഴുതുണ്ടു. അതിൽ നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഫസ്റ്റ് ടേം 30, ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസും 300 ആണ് എന്ന്. ഫസ്റ്റ് 3 ടേംസിന്റെ സം 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും കൂടി കൂട്ടിയാൽ എത്ര വരണം? 300 ആണ്. അപ്പൊ നടുക്കത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നടുക്കത്തെ നമ്പർ നമ്മൾ എക്സ് കൊടുത്താൽ, ഈ മിഡ് നമ്പർ എക്സ് ആണെങ്കിൽ എക്സിനെ നമ്മൾ പഠിച്ചതല്ലേ, ഫസ്റ്റ് പഠിച്ചതാണ് സംസ് ആൻഡ് ടേംസ് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചു. 3 ടേംസ് ഉണ്ടെങ്കിൽ നടുക്കത്തെ ടേമിനെ ഇൻറ്റു 3 ചെയ്താൽ അതിന്റെ സം കിട്ടും അല്ലെ? അപ്പൊ 3 ഇൻറ്റു എക്സ് ആണ് ഇത് 300. 3 ഇൻറ്റു എക്സ് 300 ആണ് തുക. ഇത് 3 കൂടി കൂട്ടിയാൽ ഇതാണ്. അതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 divided by 3. അപ്പൊ എത്ര കിട്ടി? 100. അപ്പൊ നടുക്കത്തെ ടേം കിട്ടി 100. ഫസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ട് 30. നടുക്കത്തെ നമ്പർ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അതിൽ സെക്കൻഡ് ടേമിനെ ഇൻറ്റു എക്സ് ചെയ്താലാണ് അല്ലെ? സെക്കൻഡ് ടേമിനെ ഇൻറ്റു 3, 3 കൊണ്ട് 3 എണ്ണം ഉണ്ട്, നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടത്. 5 എണ്ണം ഉണ്ടെങ്കിൽ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം, 7 എണ്ണം ഉണ്ടെങ്കിൽ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ 3 എണ്ണാണ് ഉള്ളത്. അപ്പൊ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 300 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 300/3 ആണ് അല്ലെ? അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? എത്ര കിട്ടി? 100 കിട്ടി. ഇനി എന്താ ചെയ്യാം? 100 മൈനസ് ഡി കണ്ടുപിടിക്കാം. ഡി ഇസ് ഈക്വൽ ടു എത്രയാണ്? 100 മൈനസ് 13. എത്ര കിട്ടി? 70. ഡി 70 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ചേ കാണും ഡി, ഇവിടെ കൂട്ടല് ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 170 കിട്ടിയോ? 3 കൂടി ഒന്ന് കൂട്ടി നോക്കിയേ. 30 പ്ലസ് 100 130. 130 പ്ലസ് 170 130ന്റെ കൂടെ 170 കൂട്ടിയാൽ 300 ആയി. ആയില്ലേ? കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ 3 ടേംസിന്റെ സമ്മ് 300 ആവുന്ന ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 ടേംസ് തന്നെയാണ്. ഫസ്റ്റ് ടേം 30. The sum of the first 4 terms ആണ്. The sum of the first 4 terms എത്രയാണ്? 300 ആണ്. ആദ്യത്തെ പദം 30ഉം 4 പദങ്ങളുടെ തുക 3 എണ്ണം അല്ല കേട്ടോ. ഇനി തരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഫസ്റ്റ് ടേം 30 ആണ്. ഫസ്റ്റ് ടേം 30, പക്ഷെ 4 ടേംസ് ഉണ്ട് കേട്ടോ. ഈ 4 ടേംസിന്റെ സമ്മ് 300 എന്ന് പറഞ്ഞാൽ 4 പദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? 4 പദങ്ങൾ ഉണ്ടെങ്കിൽ 1ാമത്തെയും 4ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും സെയിം ആയിരിക്കും. അപ്പൊ ഈക്വൽ ആയിട്ട് 300നെ ഡിവൈഡ് ചെയ്യണം. 300നെ ഡിവൈഡ് ചെയ്യുമ്പോ 300/2 എത്ര കിട്ടി? 150 അല്ലെ? ഈ 150 ആണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150 വരണം. ഇത് രണ്ടും കൂടി x1 പ്ലസ് x4 ഇതാണ് 150 കേട്ടോ. എങ്ങനെ 150 കിട്ടിയെന്ന് മനസ്സിലായോ? 300നെ ഡിവൈഡഡ് ബൈ 2 അതാണ് 150. അപ്പൊ 1ാമത്തെ പദവും 4ാമത്തെ പദവും കൂടി കൂട്ടിയാൽ 150. അതിന് നമുക്ക് കിട്ടും അടുത്ത ഈ 4th ടേം കിട്ടും. ഫസ്റ്റ് ടേം എത്രയാണ്? x1 30 ആണ്. 30 പ്ലസ് x4 is equal to 150 ആണെങ്കിൽ x4
4. നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഈ 30 അങ്ങോട്ട് കൊണ്ടുപോകണം. 150 മൈനസ് 30 എത്ര കിട്ടി? 120. അപ്പൊ ഫോർത്ത് ടേം കിട്ടി 120. കണ്ടോ? സീക്വൻസിലെ 4 ടേംസ് ആണ്. ഈ 4 ടേംസില് സമ്മ് 300 ആണെങ്കിൽ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കൂടി കൂട്ടിയാൽ നേരെ പകുതി ഈക്വൽ ആയിരിക്കണം അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടുന്നതും ഇത് രണ്ടും കൂടി കൂട്ടുന്നതും സെയിം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി ആക്കണം. അപ്പൊ 150 ആക്കി. 150 ആണ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടി 120 കിട്ടി. ഈ രണ്ട് 10 ടേംസും കൂടി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കണ്ടുപിടിക്കാൻ? ഇതുപോലത്തെ ഒരു കണക്ക് നമ്മൾ ചെയ്താം. x4 120 കിട്ടി. x4 അല്ലെ? നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 120. നാലാമത്തെ ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം? x1 പ്ലസ് 3d അതാണ് 120. x1 പ്ലസ് 3d ആണ് 120. അതിൽ x1 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30. 30 പ്ലസ് 3d is equal to 120 ആണെങ്കിൽ 3d is equal to ഈ 30 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ എത്രയാ? 120 മൈനസ് 30 അല്ലെ? പോസിറ്റീവ് 30 അങ്ങോട്ട് പോകുമ്പോ മൈനസ് ആയി. 120 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 90. 90 ആണ്. b is equal to എന്താണ്? 90/3 എത്ര കിട്ടി? 30 അല്ലെ? 30 ആണ് കിട്ടിയത്. d എന്ന് പറഞ്ഞാൽ 30. ഇപ്പൊ കോമൺ ഡിഫറൻസ് 30 കിട്ടി. ഇനി എളുപ്പമാണ് നിങ്ങൾക്ക് അല്ലെ? ഇവിടെ ഫസ്റ്റ് ടേം കിട്ടി. അതിൽ നമ്മൾ ഫോർത്ത് ടേം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് d കണ്ടുപിടിച്ചു. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 3d. അതിൽ നമ്മൾ ഫോർത്ത് ടേം കണ്ടുപിടിച്ചു. ഇങ്ങനെ ഫോർത്ത് ടേം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ d കിട്ടി. d is equal to 30. ഇനി എന്ത് ചെയ്യണം? കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടേം 30 and x2 എഴുതാം. എന്താ x2? 30 പ്ലസ് 30 എത്രയാ? ഇങ്ങനെ എഴുതണം കേട്ടോ. ഇതിന്റെ കൂടെ പ്ലസ് 3 എത്രയാണ്? 60. then x3 മൂന്നാമത്തെ പദം 60 പ്ലസ് 30 അപ്പൊ എത്ര കിട്ടി? 90. അപ്പൊ ഇവിടെ 60, ഇവിടെ 90, ഇവിടെ 120. സീക്വൻസ് കിട്ടിയില്ലേ? 300 സമ്മായിട്ട് 300 തുക വരുന്ന 4 പദങ്ങൾ കിട്ടി. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേം 30 the sum of the first 5 terms എഴുതിയല്ലോ. ഫസ്റ്റ് ടേം 30 the sum of the first 5 term that is 300. 5 terms ആണ് കേട്ടോ. നമ്മൾ 3 പദങ്ങളുടെ കണ്ടു. ഇപ്പൊ 4 പദങ്ങളുടെ കണ്ടു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് 5 പദങ്ങളുടെയാണ്. അഞ്ച് ടേംസ്. കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 2 3 4 5. 5 ടേംസില് ദ ഫസ്റ്റ് ടേം 30 ആണ്. ഫസ്റ്റ് ടേം 30. ആദ്യത്തെ പദം 30 ആണ്. ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് 300. ഈ 5 എണ്ണം കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 300 വരണം. 5 എണ്ണം കൂടി കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 x5 അല്ലെ? 5 എണ്ണം കൂട്ടിയാൽ 300 വരണമെങ്കിൽ നമ്മൾ ഒറ്റ സംഖ്യ വന്നാൽ നടുക്കത്തെ നമ്പർ x ആണെങ്കിൽ x into 5 അല്ലെ? 5 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 into നടുക്കത്തെ ടേം എത്രയാണ്? 300. 300 അല്ലേ തന്നിരിക്കുന്നത്? സം 300 ആണ്. സോ x is equal to 300 divided by 5 എത്ര കിട്ടി? 60. അപ്പൊ മിഡ് നമ്പർ നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് തേർഡ് നമ്പർ, മൂന്നാമത്തെ നമ്പർ നമുക്ക് കിട്ടി. എത്രയാണെന്ന്? 60 ആണ്. ഫസ്റ്റ് ടേം കിട്ടി 20 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? എക്സ് നമുക്ക് കിട്ടി 60. എക്സ് 60 കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നു കഴിഞ്ഞാൽ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിരുന്നു. എ ബി സി. അങ്ങനെയാണെങ്കിൽ a പ്ലസ് സി ബൈ 2 ചെയ്താൽ ബി. ബി ഈക്വൽ ടു എത്രയാണ്? a പ്ലസ് സി ബൈ 2 ആണ്. അപ്പൊ നമുക്കൊന്ന് കൂട്ടാം. എയും സിയും ഏതാ? ഇവിടെ ബി കിട്ടണമെങ്കിൽ നടുക്കത്തെ പദം ഇത് കിട്ടണമെങ്കിൽ x2 കിട്ടണമെങ്കിൽ 30 പ്ലസ് a ഇതാണ്, സി ഇതാണ്. 30 പ്ലസ് 16 ബൈ 2. 30 പ്ലസ് 60 എത്രയാണ്? 90.
ബൈ 2 എത്ര കിട്ടി 45. അപ്പൊ ഈ നമ്പർ കിട്ടി 45. കിട്ടിയോ? അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ മിഡ് ടേം കണ്ടുപിടിച്ചു. തേർഡ് ടേം 5 പദങ്ങൾ ഉള്ളത് കൊണ്ട് 5x ആണ് 300. അപ്പൊ അതിൽ നിന്ന് എക്സ് നമുക്ക് കിട്ടി 60. എക്സ് 60 കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി, തേർഡ് ടേം കിട്ടി. അപ്പൊ നടുക്കത്തെ കിട്ടാനായിട്ട് നമ്മൾ ഈ ഫോർമുലയാണ് എ ബി സി എന്ന് പറയുന്ന 3 ടേംസിലെ a പ്ലസ് സി ബൈ 2 ആണ് ബി അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി സെക്കൻഡ് ടേം 45. ഇത്ര മനസ്സിലായില്ലേ? ഇനി ഫസ്റ്റ് ടേം 30, സെക്കൻഡ് ടേം 45, പിന്നെ 60. ഇനി രണ്ടെണ്ണം കൂടി കിട്ടണമെങ്കിൽ ഡി വേണം. ഡി കിട്ടണ്ടേ? കോമൺ ഡിഫറൻസ് ഡി കൂട്ടണം. അപ്പൊ ഡി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി ഈസ് ഈക്വൽ ടു കാണാം 45 മൈനസ് 13 എത്ര കിട്ടി 15. 15 ആണ്. അപ്പോ 30ന്റെ കൂടെ 15 കൂട്ടിപ്പോൾ 45, 45ന്റെ കൂടെ 15 കൂട്ടിപ്പോ 60 ആണ്. അപ്പൊ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ആ ഡി കൂട്ടല്ലേ വേണ്ടത്. അപ്പൊ 60 പ്ലസ് 15 എത്രയാ 75. 75 പ്ലസ് 15 അപ്പൊ എത്ര കിട്ടും 90. കിട്ടിയില്ലേ? ഈ 5 ടേംസും കൂടി കൂട്ടി നോക്കിയേ. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടുത്തെ എക്സ് എന്ന് കൊടുത്ത് നമുക്ക് 60 കിട്ടി. എന്നിട്ട് സീക്വൻസ് എടുത്തെഴുതാം 30, 45, 60, 75 ആൻഡ് 90. കിട്ടിയില്ല 5 ടേംസ് ആണെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ല 5th ക്വസ്റ്റ്യനില് 3 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ 6 പദങ്ങൾ ഉള്ളതാണ്. അത് നമ്മൾ അടുത്ത ദിവസം ചെയ്യാം. ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഈ 5ാമത്തെ ക്വസ്റ്റ്യനിലെ 4ാമത്തെ കണക്ക് വെച്ച് നമുക്ക് തുടങ്ങാം.